ബാംഗ്ലൂരിൽ നിന്ന് ഒരു പേഷ്യൻ്റ് വാട്സാപ്പിൽ ഒരു ഫോട്ടോ അയച്ചിരുന്നു. അതിനിവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, മെഡിസിൻ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇത് കണ്ടിട്ട് സോറിയാസിസ് പോലെയാണ് തോന്നുന്നത്. ഇത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതുള്ളൂ. പക്ഷേ പേഷ്യൻ്റെ അടുത്ത് പറയുക, നമുക്ക് പിന്നെ വാട്സപ്പിൽ ഫോട്ടോ കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിൽ നേരിട്ട് വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അത് ദൂരെയുള്ള ആളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൺലൈൻ കൺസൾട്ടേഷൻ എങ്കിലും ചെയ്ത് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ. മരുന്ന് അയച്ചു തരുന്നതിന് നമുക്ക് പ്രയാസമില്ല, പക്ഷെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. പലപ്പോഴും രോഗികൾ ഇങ്ങനെ ഫോട്ടോ അയച്ചു തന്നിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ഒക്കെ അയച്ചു തന്നിട്ട് ഇതിന് ചികിത്സയുണ്ടോ അല്ലെങ്കിൽ ഇതിന് മരുന്നൊന്ന് അയച്ചു കൊടുക്കാവോ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ വ്യാജന്മാരുടെ പരസ്യം കണ്ട് അല്ലെങ്കിൽ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനീസിന്റെ പരസ്യം കണ്ട്, അതായത് ഇപ്പോൾ സോറിയാസിസ് ആണോ നിങ്ങൾ ഈ മരുന്ന് ഒരു 3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറും, അതല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ ആണോ നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിച്ചാൽ മതി, അത്തരത്തിലുള്ള ഒരു പരസ്യം കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ അവർ ഈ തരത്തിൽ ഇങ്ങനെ റിപ്പോർട്ട്സും അതുമായി ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ട് ഇതിന് മരുന്ന് അയച്ചു കൊടുക്കാമെന്ന് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ചികിത്സാ രീതിയാണെങ്കിൽ പോലും ഡോക്ടർ രോഗിയെ നേരിട്ട് കണ്ട് കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ചോദിച്ചറിഞ്ഞ് അതുപോലെ തന്നെ ആവശ്യമായ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്ത് കറക്റ്റായി ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രം ചികിത്സിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ അകത്ത് പൂർണ്ണമായി പ്രയോജനം ചെയ്യും. അതല്ലെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള ചികിത്സാ രീതി. അതല്ലാതെ ഫോട്ടോ കൊണ്ട് അല്ലെങ്കിൽ സോറിയാസിസിന് ഇത്ര നാൾ മരുന്ന് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ എക്സിമിക്ക് നിങ്ങൾ 2 മാസം മരുന്ന് കഴിച്ചാൽ മതി, ഈ മരുന്ന് കഴിച്ചാൽ മതി എന്നൊക്കെ ചെയ്ത് പരസ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഫ്രോഡുകളാണ്, അല്ലെങ്കിൽ അത് വാക്സ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഈ ഒരു കേസ് തന്നെ എടുക്കാം. ഇത് കണ്ടിട്ട് നമുക്കൊരു സോറിയാറ്റിക് ലീഷൻ പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഈ സോറിയാസിസ് പോലെ തന്നെ മറ്റു പല രോഗങ്ങളും നമുക്ക് മിമിക്ക് ചെയ്യും. ഉദാഹരണത്തിന് ടീനിയ കോർപ്പോറിസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ, അതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. നമ്മൾ പുഴുക്കടി അല്ലെങ്കിൽ വട്ടച്ചൊറി എന്നൊക്കെ പറയുന്ന ഇൻഫെക്ഷനാണ്. ഇതിന്റെ സെക്കൻഡറി സ്റ്റേജിൽ ശരിക്കും സ്കെയിൽസ് വരും. അപ്പം നമുക്കിത് സോറിയാസിസ് ആണോ അതോ മറ്റേതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകും. ഇതിന്റെ ചികിത്സയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ചികിത്സയാണ് താൻ. അപ്പം നമ്മൾ ഇതിന്റെ ഹിസ്റ്ററി ചോദിച്ചറിഞ്ഞ്, ഇതിന്റെ ചൊറിച്ചിലിന്റെ ഇന്റൻസിറ്റി ചോദിച്ചറിഞ്ഞ്, അതുപോലെ തന്നെ ഇതിന് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്ത് കൃത്യമായി ഡയഗ്നോസ് ചെയ്തിട്ടാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത്. അത് മാത്രമല്ല, ഇനി സോറിയാസിസ് ആണ് തന്നെ ഇരിക്കട്ടെ, ഓരോ അവസ്ഥയ്ക്കനുസരിച്ചും നമ്മൾ ചികിത്സ ഡിഫറെൻ്റ് ആണ്. നമുക്ക് കണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഒരു ചെറിയ രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് ഒരു OP മാനേജ് ചെയ്ത് മരുന്ന് കൊടുത്തുവിട്ട് ചികിത്സിച്ചാൽ മതിയാവും. പക്ഷെ കുറച്ച് സിവിയർ ആണ്, കുറേ കാലം ദൈർഘ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു IP ബേസ്ഡ് ട്രീറ്റ്മെന്റ്, പഞ്ചകർമ്മ ചികിത്സയുടെയൊക്കെ സഹായത്തോടു കൂടി വേണം നമുക്കതിനെ ചികിത്സിക്കാനായിട്ട്. അപ്പം അത് കൃത്യമായി തന്നെ നമ്മളായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അത് കൃത്യമായിട്ട് നമുക്ക് ചികിത്സിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ ചികിത്സ എന്ന് പറയുന്നത് രോഗി ഡയറക്റ്റ് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഓൺലൈനിലൂടെ എങ്കിലും മിനിമം കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചികിത്സിക്കുന്നതാണ് യഥാർത്ഥ ചികിത്സാ രീതി. അതല്ലാതെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്ത് ചികിത്സിക്കുക, അതേപോലെ തന്നെ ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് ഇത്ര നാൾ കഴിച്ചാൽ മതി എന്ന് പരസ്യം ചെയ്യുക, അതൊക്കെ തീർച്ചയായിട്ടും വ്യാജന്മാരാണ്, ഫ്രോഡുകളാണ്, ക്വാക്സ് ആണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായത്തിലേക്ക് പോകാതിരിക്കുക.